ഹരേ കൃഷ്ണ. ഇന്നലെ ആ ക്ഷമയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ചില ചോദ്യങ്ങൾ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ എന്തുകൊണ്ട് അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്. ശരിയാണ്, തെറ്റൊന്നുമില്ല അതിൽ. കൃഷ്ണൻ എന്തുകൊണ്ട് അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു? അർജുനനോട് ഒരിക്കലും തൻ്റെ വ്യക്തിപരമായ പ്രതികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ കൃഷ്ണൻ പറയണില്ല. അർജുനൻ അവിടെ ഒരു ക്ഷത്രിയനായിട്ടാണ് നിൽക്കുന്നത്, യോദ്ധാവായിട്ടാണ് നിൽക്കുന്നത്. ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ്. അല്ലാതെ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധം എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് വ്യക്തിപരല്ലേ അല്ലേ? ദ്രൗപദിയെ അന്ന് അവർ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ യുദ്ധം ചെയ്തത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത് അപ്പോഴാണ് ധർമ്മസങ്കടം ഉണ്ടാവുന്നത് അല്ലേ? ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുമോ? എൻ്റെ മുൻപിൽ നിൽക്കുന്നത് എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ മുത്തച്ഛനാണ്, എൻ്റെ മുതിർന്ന ആൾക്കാരൊക്കെയാണ് ആ ശത്രുപക്ഷത്ത് നിൽക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഞാൻ അവരെ വധിക്കുക? എൻ്റെ ഒരു വ്യക്തിപരമായ പ്രതികാരത്തിന് വേണ്ടി ഞാനത് ചെയ്യണത് ധർമ്മമാണോ എന്നുള്ള ധർമ്മസങ്കടം അർജുനന് വന്നതും അപ്പോൾ തന്നെയാണ്. അങ്ങനെ അതിനെ നോക്കി കാണുമ്പോഴാണ് അങ്ങനെ നമുക്ക് ചിന്ത വരുന്നത്. നേരെ മറിച്ച് അന്ന് യുദ്ധം നടന്നിട്ടില്ല, യുദ്ധത്തിനൊന്നും പോവാതെ കണ്ട് ആ പാണ്ഡവന്മാരെ വേണച്ച സന്യാസം സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ രാജ്യമൊന്നും ആഗ്രഹിക്കാതെ കൗരവന്മാരുമായിട്ട് യാതൊരു പ്രശ്നത്തിനും പോവാതെ അവർക്ക് അവരുടെ വഴി നമുക്ക് നമ്മുടെ വഴി എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ദുര്യോധനൻ ആ രാജ്യഭാരം ഏറ്റെടുത്തിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൗരവ കുലത്തിന്റെ അല്ലെങ്കിൽ കുരുവംശത്തിന്റെ തന്നെ സാമ്രാജ്ഞിയായിരുന്ന ആ ദ്രൗപദിയെ ആ രീതിയിൽ അപമാനിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു രാജ്യസഭയിൽ വെച്ചിട്ട് ആ രീതിയിൽ അപമാനിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ സ്ത്രീയുടെ അവസ്ഥ ആ ദുര്യോധനൻ ഭരിക്കണ ആ രാജ്യത്ത് എന്താവും? അപ്പോൾ ആ സമൂഹത്തിനെ ഉദ്ധരിക്കുക എന്നുള്ള അർത്ഥത്തില് ധർമ്മത്തിനെ വീണ്ടും ഉദ്ധരിക്കുക എന്നുള്ള അർത്ഥത്തില് ഈ അർത്ഥത്തിലാണ് അവിടെ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്. നീ അധർമ്മത്തിനെതിരെ ഉള്ള പക്ഷത്താണ് നിൽക്കുന്നത്, അപ്പോൾ നീ ധർമ്മത്തിന്റെ പക്ഷത്തിൽ നിന്ന് ആയുധം എടുത്തുകൊണ്ട് നീ യുദ്ധം ചെയ്തേ തീരൂ. അത് നിന്റെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് ഭഗവാൻ ആ കർമ്മത്തിനെ കുറിച്ചും ആ അർജുനന്റെ ക്ഷത്രിയ ധർമ്മത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രതികാരദാഹം വിചാരിച്ചിട്ടാണ് ചെയ്തതെന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് അപകടം ഉണ്ടാവുന്നത് അല്ലെ? ക്ഷമ പരിശീലിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ കോണ്ടെക്സ്റ്റ് നോക്കണം നമ്മൾ. ഇവിടെ ആ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല, സാമൂഹികമായ അർത്ഥത്തില് അർജുനനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ക്ഷത്രിയൻ എന്നുള്ള ഭാവത്തിൽ അവിടെ നിൽക്കുന്ന സമയത്ത് അർജുനന് ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം കേൾക്കണ സമയത്ത് അത് അതേപടി സ്വീകരിക്കുകയല്ലാതെ നമ്മൾ നമ്മുടെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ഇന്റലക്ട് യൂസ് ചെയ്തൊന്ന് പ്രോസസ്സ് ചെയ്യുക. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, ഏത് സന്ദർഭത്തിലാണ്, ആരാണ് പറഞ്ഞത്, എന്ത് കാരണം കൊണ്ടാവും പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരത്തിലേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ എത്തിച്ചേരാൻ പറ്റും. എന്തായാലും ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി. അത് കാരണം തന്നെയാണ് ഇന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അതും കൂടി അഡ്രസ്സ് ചെയ്യാമെന്ന് കരുതിയത്. എല്ലാവർക്കും നമസ്കാരം.